ഏവർക്കും ഡ്രാഫ്റ്റഡ് മനുവിന്റെ പുതിയ ലൈവ് ഡ്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 3 ഡിസംബർ 2024. അപ്പോൾ ഞാൻ ഇന്നൊരു കോൾ സൈഡിൽ ഓൾറെഡി എൻട്രി എടുത്ത് കഴിഞ്ഞു. ഓക്കെ, എൻട്രി എടുത്തു കഴിഞ്ഞു. എനിക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എൻട്രി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് 75 ക്വാണ്ടിറ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഡിസംബർ എക്സ്പയറി 52,500 CE 75 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത് 963. ഓക്കെ, ഇപ്പോൾ കറണ്ട് പ്രൈസ് 1015. നിയർലി നമുക്കൊരു 40-50 പോയിന്റ് അടുത്തോളം പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 5% മൂവ് കിട്ടി. ഓക്കെ, ഞാനിത് ഇത് നേരെ എൻ്റെ കോസ്റ്റ് ടു കോസ്റ്റിൽ കൊണ്ടേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് ടു കോസ്റ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഫേവറിൽ മാർക്കറ്റ് വന്നു, എൻ്റെ കോസ്റ്റ് ടു കോസ്റ്റിൽ ഞാൻ എക്സിറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രി, ഓക്കെ, നമ്മൾ ലാസ്റ്റ് എൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിലും ലൈവിലും വൈകിട്ടുണ്ടായ ലൈവിലും ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇതേപോലെ ഒരു മൂവ് മുകളിലോട്ട് തരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റി ഒരല്പം നല്ല പെർഫോമൻസ് കാണിക്കണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്ക് നിഫ്റ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നിഫ്റ്റി ഇപ്പോൾ നോക്കിയാൽ കറക്റ്റ് ക്ലിയർ നല്ലൊരു മൂവ് തന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, നോക്കുക, ഇപ്പോൾ ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ടിലാണ്. അപ്പോൾ നിഫ്റ്റി ഇത് മുകളിലോട്ട് മൂവ് ആകാൻ സ്ട്രോങ് മൂവ് ആകാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് 24,585 എത്തിയതിനു ശേഷം ചെറുതായിട്ടൊരു സെല്ലേഴ്സിന് ഇൻവൈറ്റ് ചെയ്ത് മുകളിലോട്ട് നിഫ്റ്റി മൂവ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിരിക്കുന്നത് വോളിയം ബേസ്ഡ് ആണ്. ഓക്കെ, വോളിയം ബേസ്ഡ് എൻട്രി ആണ് എടുത്തിരിക്കുന്നത്. വോളിയം ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വോളിയം എങ്ങനെ നോക്കുക, നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ലാസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഓരോ ഹൈയെ, ഓക്കെ, ഓരോ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വോളിയം ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോകുന്നു. അപ്പം നോക്കുക, സെൽ സൈഡിലെ വോളിയം തീർത്തും സെല്ലേഴ്സ് ഇവിടെ വീക്കായി വരുന്നത് കാണാം. ഓക്കെ, സെല്ലേഴ്സ് വീക്കായി വരുന്നത് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തത്. അപ്പോൾ ഇത് എൻട്രിയുടെ ലോജിക്ക് ക്ലിയർ ലോജിക് എൻ്റെ മെമ്പർഷിപ്പ് വീഡിയോയിൽ, ഓക്കെ, പ്രീമിയം മെമ്പർഷിപ്സ് ഉണ്ട്. പ്രീമിയം മെമ്പേഴ്സിന് യൂട്യൂബിൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വോളിയം അഡ്വാൻസ് ലെവൽ വോളിയം ട്രാപ്സ് ഉണ്ട്. അതിനകത്ത് ക്ലിയർ അവർക്ക് വേണ്ടി ഇതിന്റെ ലോജിക് എന്താണ്, ഇതിനകത്ത് ഇങ്ങനെ എൻട്രി എടുക്കാനുള്ള റീസൺ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ പൊസിഷൻ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചു. ഓക്കെ, 30 നിയർ 4K. ഓക്കെ, നിയർ 4K 75 ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ് 75 ക്വാണ്ടിറ്റി? ഞാൻ നേരത്തെ 120 ക്വാണ്ടിറ്റി പ്ലസ് 180 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കി 75 ക്വാണ്ടിറ്റിയിലോട്ട് ഞാൻ കുറഞ്ഞു? അത് എക്സ്പയറി ഡിസംബറിൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ഡിസംബർ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം നല്ല രീതിയിൽ കൂടുതലാണ്. ഓക്കെ, 963 ഇതൊക്കെ നമ്മൾ നിയർലി 500-600 റേഞ്ചിൽ വാങ്ങിയിരുന്നതാണ്. അതിപ്പോൾ 963 നല്ല പ്രീമിയം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രീമിയം കൂടുതൽ കൊടുത്ത് നമുക്കിത് വാങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചത്. ബിക്കോസ് നമുക്ക് അത്രത്തോളം കൂടുതൽ പ്രീമിയം കൊടുക്കുന്നു, അത്രത്തോളം നമ്മുടെ ക്യാപിറ്റൽ കൂടുതലായി വേണ്ടി വരും. നമുക്ക് അത്രയും ക്യാപിൻ്റെ 2 ലക്ഷത്തിൻ്റെ ക്യാപിറ്റലാണുള്ളത്. അപ്പോൾ 2 ലക്ഷം വെച്ചിട്ട് എനിക്ക് ഇത് 75 ക്വാണ്ടിറ്റി എനിക്ക് അതിൻ്റെ കറക്റ്റ് റിസ്ക് റിവാർഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ലെവലിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് നോക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 5340. ഓക്കെ, 5340 ടു 5387 ഈ ഒരു റെസിസ്റ്റൻസ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും സെക്കൻഡ് ടാർഗറ്റ് അതിന് ബ്രേക്ക് ഔട്ട് തന്നെയാണ് 53,400 ടു 53,440. ഓക്കെ, ഇതെൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ആയിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ആകുകയാണെങ്കിൽ, ഓക്കെ, നല്ല രീതിയിൽ മൂവ് ആകണമെന്നുണ്ടെങ്കിൽ, അത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ട് ഈ റെസിസ്റ്റൻസുകളെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, എന്തായാലും നമ്മൾ എൻട്രി എടുത്തു, കോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ എഗെയിൻസ്റ്റ് പോയി എടുത്താൽ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കാനുള്ള പൈസ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഒരു മൂവ് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എക്സാക്റ്റ് നിഫ്റ്റിയിൽ, ഓക്കെ, നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസിനെ നിഫ്റ്റി ഫേസ് ചെയ്യുകയാണ്. ഓക്കെ, ആ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞു 24,585 ഈ ഒരു സോണിനെ. ഓക്കെ, ഇതിനെ ക്വിക്കായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തതിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഇല്ലാതാക്കി പുതിയ ഓർഡേഴ്സ് ഇവിടെ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റക്ക് ആകുകയാണ് മാർക്കറ്റ്. തീർത്തും ഒരു മൊമെന്റം ഇല്ലാത്ത രീതിയിൽ സ്റ്റക്ക് ആകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഇതിന് താഴെ എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. ഈ ക്യാൻഡലിന് അത് ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്കോർ ഇപ്പോൾ 5K. ഓക്കെ, 5K ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 3K എങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം. ബിക്കോസ് ഒരു മൊമെന്റം ഇവിടെ വരുന്നില്ല. മൊമെന്റം വരാനാണെങ്കിൽ ആ റെസിസ്റ്റൻസിനെ എപ്പം ബ്രേക്ക് ചെയ്യുന്നു, നിഫ്റ്റിയിൽ എപ്പോൾ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നു, ഓക്കെ, ബ്രേക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നല്ലൊരു മൊമെന്റ് ഇവിടെ വരും. പക്ഷേ നിഫ്റ്റിനെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പാടുപെടുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമെന്ന്. ഇത് ഒന്ന് ടൈം പാസ് ചെയ്ത് താഴ്ത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ പൊസിഷനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഈ ക്യാൻഡിലിന് താഴെ, ഓക്കെ, ഈ റെഡ് ക്യാൻഡിലിന് താഴെ നിയർലി, അതായത്
2.12 ക്യാൻഡിൽ. ഓക്കെ, ഒരു ബ്രേക്കൗട്ട് വന്നു. ഷൂട്ട് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. നിഫ്റ്റിയിലും ഇത് വന്നിട്ടുണ്ടോ നോക്കട്ടെ. നിഫ്റ്റിയിൽ വന്നിട്ടില്ല. നോക്ക്, ആ നിഫ്റ്റി അതിനെ ഫേസ് ചെയ്യാണ്. ഭയങ്കര ക്രിട്ടിക്കലാണ്. നോക്കുക, ബാങ്ക് നിഫ്റ്റിയിൽ വന്നു, ബട്ട് നിഫ്റ്റിയിൽ ആ ബ്രേക്കൗട്ട് വന്നിട്ടില്ല. അതായത് ഈ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. നമുക്ക് അതിനനുസരിച്ച് മാനുവലി മൊബൈലിൽ എക്സിറ്റ് ചെയ്യാം. അത് മൊബൈലിൽ നോക്കട്ടെ. നമുക്ക് നിയർലി 6K. ഓക്കെ, നമുക്കൊരു 100 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ വലിയ പാടാണ്. ഓക്കെ, ഇന്നത്തെ മൊമെന്റം കണ്ടിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ബ്രേക്കൗട്ട് വന്നാൽ ബ്രേക്കൗട്ട് ഫെയിൽ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത ഉടനെ സെൽ ഓർഡേഴ്സ് ഇവിടെ വന്നു തുടങ്ങുന്നു. ഓക്കെ, സെൽ ഓർഡേഴ്സ് വന്നു തുടങ്ങുന്നു. നിഫ്റ്റി കൂടി ഒന്ന് ബ്രേക്കൗട്ട് തന്നെയാണ്. നിഫ്റ്റി ഇവിടെ വീക്കാണ്. ഓക്കെ, ഇവിടെ നിഫ്റ്റി ഇവിടെ തീർത്തും വീക്കാണ്. നിഫ്റ്റിയുടെ ഒരു ബ്രേക്കൗട്ട് വരട്ടെ. ഓക്കെ, ലാസ്റ്റ് ഈ ഒരു 3 മിനിറ്റ് ക്യാൻഡിലെ ലാസ്റ്റ് മിനിറ്റോടുകൂടി ഇത് ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബയേഴ്സ് സെല്ലേഴ്സിന് ഓവർകം ചെയ്യും. ഓക്കെ, സെല്ലേഴ്സിന് ഓവർകം ചെയ്യും. നോക്കിയാൽ തന്നെ ബയേഴ്സിനെ അപേക്ഷിച്ച് സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബയേഴ്സിന് വോളിയം കൂടുന്നുണ്ട്. സോ ഇത് ബ്രേക്ക്ഔട്ട് തരണം. ഈ കാറ്റിൽ തന്നെ തന്ന് മുകളിലോട്ട് മൂവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴത്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ഇവിടെ ബയേഴ്സ് ഗിവ് അപ്പ് ചെയ്ത് താഴത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം സെല്ലിംഗ് ഓർഡേഴ്സ് കണ്ടോ, കണ്ടിന്യൂ നല്ല സെല്ലിംഗ് ഓർഡേഴ്സ്. അത് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്കൗട്ട് തന്നു. ആ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യൂ, തൊട്ടടുത്ത റെസിസ്റ്റൻസിലേക്ക് അപ്രോച്ച് ചെയ്യൂ. നല്ലൊരു മൂവ്മെന്റം ഇനി ഇവിടുന്ന് ഉണ്ടാകും. നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഞാൻ മാനുവലായിട്ട് ഇതിന് താഴെ എക്സിറ്റ് ചെയ്യുന്നാലും ഈ ക്യാൻഡിലിന് താഴെ നമുക്ക് നോക്കാം നിഫ്റ്റി എന്താണ് ചെയ്യുന്നത്. നിഫ്റ്റി പാടുപെടുകയാണ്. ഓക്കെ, നോക്കാം. എക്സാക്ട് റെസിസ്റ്റൻസിൽ പാടുപെടുകയാണ് നിഫ്റ്റി. അത് ബ്രേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിഫ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിന്യൂ റെസിസ്റ്റൻസിലെത്തുന്നു. ബയേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം വരുന്നു. വന്ന ബയേഴ്സിനകത്ത് അത്ര സ്ട്രെങ്ത് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബ്രേക്കൗട്ട് വന്ന് അവിടെ കയറാൻ അവസരം കൊടുക്കുന്നു. ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വലിയൊരു ക്യാൻഡിലോട് കൂടി ഇതേപോലെ ഒരു ബ്രേക്കൗട്ട് തരണം. വലിയൊരു 20-30 പോയിന്റിന്റെ ഒക്കെ ക്യാൻഡിൽ. ഓക്കെ, 30 പോയിന്റ് വന്നു. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇനി ഇവിടെ ഗിവ് അപ്പ് ചെയ്തു. ബയേഴ്സ് ഗിവ് അപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മുടെ പൊസിഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി 100 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയെങ്കിലും ഞാൻ എൻ്റെ ടാർഗറ്റായ 150 to 200 പോയിന്റ് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നൊരു നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസിൽ എടുത്തപ്പോൾ എനിക്ക് ഇവിടെ നിയർലി 4K എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് കണ്ടോ. എക്സാറ്റ നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റി എക്സാറ്റ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഏരിയയിൽ ബയേഴ്സ് ഗിവ് അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ സൈഡിൽ താഴ്ത്തു വന്നു. ബിക്കോസ് ഈ ഒരു റെസിസ്റ്റൻസ് 24,588 നല്ല റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വരച്ച ഒരു റെസിസ്റ്റൻസ് അല്ല, ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ എന്നെ വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാനായിട്ട്. ബിക്കോസ് ഞാൻ മാനുവലായിട്ട് വരച്ച് അത്ര പെർഫെക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇൻഡിക്കേറ്ററിനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എത്ര ഉപകാരപ്പെടുന്നതാണെന്ന് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ എൻ്റെ മെമ്പേഴ്സിനായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബേസിക് ടു അഡ്വാൻസ് ആൻഡ് വോളിയം ഡ്രാഫ്റ്റ്സിനകത്തുള്ള മെമ്പേഴ്സിനായിട്ട് ഞാനിത് ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഫ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ചും ലിക്വിഡിറ്റി ഹണ്ടിങ്ങിനെ കുറിച്ചും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് രീതിയിൽ തന്നെ അതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിനെ പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ റെസിസ്റ്റൻസിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് നിഫ്റ്റി എത്ര ബുദ്ധിമുട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ടൈം നിയർലി 2:43 ആയി. അതുകൊണ്ട് ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. ബിക്കോസ് മൊമെന്റം അതിൽ ഒരു ഓപ്ഷൻ ബയർക്ക് വേണ്ടത് ഒരു മൊമെന്റമാണ്. ഓക്കെ, മൊമെന്റമാണ്. അതുപോലെ തന്നെ നമ്മളൊരു 100 പോയിന്റ് ക്യാച്ച് ചെയ്ത് 100 പോയിന്റ് ആണ് നമ്മൾ പ്രീമിയം ഞാൻ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നത്. അല്ല, 100 പോയിന്റ് ക്യാച്ച് ചെയ്ത് 1:1 ക്യാച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് ഹിറ്റ് ആയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഒരു മാസത്തേക്കുള്ള ബ്രോക്കറേജ് കൊടുക്കാനുള്ള പൈസ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിയർലി എൻ്റെ 3,000 to 4,000 റുപ്പീസൊക്കെയാണ് ഞാൻ ഒരു മാസം ബ്രോക്കറേജ് എനിക്ക് വരിക. അത് കൊടുക്കാനുള്ള പൈസ എനിക്ക് ആയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് ഇത് ടാർഗറ്റിനകത്ത് ഹിറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നവംബർ മാസത്തെ കുറച്ച് നഷ്ടങ്ങളെ എനിക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ബിൽഡപ്പിൽ നടത്തി. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി ബിൽഡപ്പ് നടത്തി കവർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. നിയർലി 10K 15K 20K അല്ലെങ്കിൽ 10 to 15K ക്യാച്ച് ചെയ്ത് സ്ലോ ബിൽഡപ്പിൽ കൊണ്ടുപോകാനാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മെമ്പേഴ്സിനായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് സ്ലോ ബിൽഡപ്പ് നടത്തേണ്ടത്. ബിക്കോസ് നമ്മുടെ ഈ 2,00,000 3,00,000 കൊണ്ടൊന്നും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു മൂവാണ്. പക്ഷെ ആ മൂവ് ഒന്നും ഇതിനകത്ത് 2,00,000 3,00,000 കിട്ടില്ല. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ നോക്കുക. എക്സാക്ട് റെസിസ്റ്റൻസ് എടുക്കുന്നു. ബാങ്ക് നിഫ്റ്റി ആ ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി ഫെയിൽ ആകുകയാണ് ചെയ്യുന്നത്. സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുള്ളി സൈഡ് വേസ് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയം നമ്മൾ ഡൗൺ ആക്കി നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എങ്ങനെയാണ് എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്, അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് അവസാനിപ്പിക്കുകയാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൽ ട്രാപ്പ് ട്രേഡർ മല്ലു ഓക്കെ എന്ന് സെർച്ച് ചെയ്യുക. ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ഇതെൻ്റെ ചാനൽ. ഓക്കെ, ഈ ചാനലിനകത്ത് സബ്സ്ക്രൈബർ ബട്ടന്റെ തൊട്ട് പറ്റേ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബേസിക് ടു അഡ്വാൻസും അഡ്വാൻസ് വോളിയം ട്രാപ്പ്, ഇത് രണ്ടും രണ്ട് മെമ്പർഷിപ്പാണ്. ഓക്കെ, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴി അല്ലെങ്കിൽ UPI പേയ്മെന്റ് വഴി നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ജോയിൻ ബട്ടൺ കാണാൻ പറ്റും. മൊബൈൽ വഴി ചെയ്യുന്നവരാണെങ്കിൽ ജോയിൻ ബട്ടൺ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസർ വഴി ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.